കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോണ്ടേ. നമുക്ക് ആ ചതുർബാഹുവായ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് എന്നറിയാനായിട്ട് നമുക്ക് പോവാം. അങ്ങനെ ആദ്യം തന്നെ മഞ്ജുളാലിൻ്റെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള പാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്ക് അവിടെ തൊഴുത് പോരാം. അതിനുശേഷം നമ്മൾ നേരെ ആ ഒരു ഗണപതി ക്ഷേത്രത്തിൽ, അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താം. അവിടെ വളരെ സുഖമായിട്ടുള്ള ദർശനമാണ്. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടാവുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു വാതിൽപ്പടി, അതായത് ഗോപുരവാതിൽ കടന്ന് നേരെ വാതിൽപ്പടി കയറാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ വലിയ ബലിക്കല്ല് കാണാം. അതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഗണേശന്, ആ നമ്മുടെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിൻ്റെ നടുക്കായിട്ട് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം കാണാം. അങ്ങനെ നമ്മളിങ്ങനെ കണ്ട് തൊഴുതിങ്ങനെ വരുമ്പോൾ ആ ഇടത്തെ സൈഡിലുള്ള നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. വലതേ സൈഡിൽ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണം നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയെ കാണാനുള്ളത്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ 2 കാൽപാദങ്ങളിങ്ങനെ കാണാണ്ട്, കാൽപാദങ്ങളിൽ മുകളിൽ കാൽത്തളകൾ കാണാണ്ട്, പിന്നെ ഇങ്ങനെ പട്ട് കോണം ഞൊറിഞ്ഞെടുത്തിട്ട് കാണാണ്ട്, അരമണി കിങ്ങിണി കാണാണ്ട്. അരമണി ഇങ്ങനെ കാണുന്നത് എന്താ വെച്ചാൽ കിങ്ങിണി ഇങ്ങനെ ആ നാര് പോലെ ഇങ്ങനെ നൂന്ന് കിടക്കുന്നുണ്ട്, 4 ഭാഗവും വശത്തും ഇങ്ങനെ. അപ്പോൾ വലിയ വീതി പട്ട് ഇങ്ങനെ ഒട്ടിച്ചെണ്ണാണ് അരയിൽ. എന്നിട്ട് അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാലോ, അയ്യോ പാവം, ഒരു അരയിൽ കയറ് കെട്ടിയിട്ടുണ്ട്. എന്തിനാണാവോ കെട്ടിയിട്ടുണ്ടല്ലേ. അങ്ങനെ നോക്കുക. അങ്ങനെ നോക്കി വരുമ്പോൾ നല്ലൊരു വലിയ കയറാട്ടോ. കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. കുഞ്ഞു കുമ്പട അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കുമ്പയൊക്കെ നല്ല വീർത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാങ്ങാമാല കാണാണ്ട്, ഒരു വളയം പോലത്തെ മാല കാണാണ്ട്, പിന്നെ 2 കൈവളകൾ കാണാണ്ട്, ഒരു കയ്യിൽ വെണ്ണ ഉരുളുണ്ട്, വലത്തെ കയ്യിൽ വെണ്ണ ഉരുളുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ ഒരു അരയിൽ ഇങ്ങനെ വെച്ച മാതിരി, അതായത് ഓടക്കോഴിൽ അരയിലിങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ വെണ്ണൂരിൽ കിട്ടിയൊരു സന്തോഷമുണ്ട്. എന്തായാലും വേറെ എന്തോ ഒരു കുസൃതി കാണിക്കാൻ നിന്നതാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയണ ആ കയറ് കെട്ടിയത് ഇങ്ങനെ നോക്കുക. കയറ് കെട്ടിയത് നോക്കുമ്പോഴോ ആ ഉരലുണ്ട്. ഇന്ന് ദാമോദരനായിട്ടാണ് ഉരലിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയതാണ്. അതാണ്, വെറുതെ അല്ല. അപ്പോൾ ആ ദാമോദര സ്വരൂപത്തിലാണ് കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പൻ നമ്മളെ ഭക്തരെ കാണാനായിട്ട് കാത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ ആ പീലി തിരുമുടിയൊക്കെ ഇങ്ങനെ കെട്ടി നല്ല കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. ആ പീലി തിരുമുടി മുകളിൽ 2 തിരുമുടി മാലകൾ കാണാണ്ട്. വെളുത്ത പൂവാണെന്ന് കൂടുതൽ, വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളതും, വെളുത്ത പൂവും തെച്ചിയും കൂടി. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ ഇങ്ങനെ ഉണ്ട്, ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് നല്ല കാഴ്ച. ഉരലിങ്ങനെ കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല വലിയ ഉരല അതിൻ്റെ മുകളിലാണ് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ വലിയ ഉണ്ടമാലകൾ 2 ഉണ്ട്, നല്ല, അതായത് തെച്ചിയും തുളസിയായിട്ടുള്ളതും, തെച്ചിയും തുളസിയും വെളുത്ത പൂവും കുറച്ച് താമരയുണ്ട്. അങ്ങനെയുള്ള 2 ഉണ്ടമാലകൾ കാണാണ്ട്, 2 തിരുമുടിമാലകളുണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ടിങ്ങനെ മാലകൾ, കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാലയാണ്. ധാരാളമായിട്ട് 5-6 മാലകൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ഭഗവാനെ കാണുകയാണ് നമ്മൾ. ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്നിങ്ങനെ കാണുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും എൻ്റെ കൂടെ വന്ന് ആ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് മനസ്സിലങ്ങനെ വിചാരിക്കുക. അതിനുശേഷം നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ നേരെ ആ തടപ്പള്ളി നോക്കി തൊഴാം. രാവിലെ ഭഗവാന്
നേദ്യം തയ്യാറാക്കുന്നു. രാവിലെയും വൈകുന്നേരമൊക്കെ നേദ്യം തയ്യാറാക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതായ തിടപ്പള്ളിയാണ്. വളരെ പ്രാധാന്യമുള്ളതാണ്. അതേപോലെ തന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കാണാം. പിന്നെ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ നമ്മൾ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ നേരെ നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്, ഗണേശനെ കണ്ട് തൊഴാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെ തിരക്കാണ്, എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ട് തന്നെയാണോ ഗണേശനും കാത്തിരിക്കുന്നത് നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ധാരാളം പൂക്കളുണ്ട്, ഒരുപാട് പൂക്കൾ. ഒന്ന് എന്താ പറയുക, ഉടുപ്പൊന്നും കാണാനില്ല, ഉടുപ്പിച്ചതൊന്നും കാണാനില്ലാത്ത തരത്തിലാണ് പൂക്കൾ. പിന്നെ കദളിപ്പഴം വെച്ചിട്ടുണ്ട്, നല്ല മാലകൾ ചാർത്തിയിട്ടുണ്ട്, സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട്, നല്ല പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, കാതിലെ ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ടാണ് ഗണേശൻ ഇരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്, സന്തോഷത്തോടെ തന്നെ. അപ്പോൾ നമുക്ക് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ ഗണേശനെ കണ്ട് തൊഴുത് പിന്നെ അവിടുന്ന് സരസ്വതി ആറേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയിട്ട് ആ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അവിടുന്ന് അതൊക്കെ എടുത്ത് ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാട്. അതുപോലെ ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഗരുഡൻ്റെ മുകളിലിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴാം. അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയും ധാരാളം വലിയ വലിയ മാലകൾ, നല്ല ചെണ്ടുമല്ലിപ്പൂവുണ്ട്, അതേപോലെ താമരമാലകളുണ്ട്, തുളസി മാലകളുണ്ട്, ഒക്കെ അണിയിച്ച് വളരെ സുന്ദരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി. ലക്ഷ്മി ദേവിയും ബ്രഹ്മാവും ഒക്കെ പാടെയുള്ള ആ ഒരു നല്ല ശില്പം, അത് അങ്ങനെ കണ്ട് അവിടെ വന്ന് തൊഴുത് പിന്നെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് വരുമ്പോൾ ഉണ്ണിക്കണ്ണനെ വേറെ ഒന്ന് കാണാൻ, കൃഷ്ണനായിട്ടുള്ളത് കണ്ട് അവിടെ ധാരാളം 2-3 തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് മുരുകനെ കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് 2 മാലകളുണ്ട്, വെറ്റില മാലകളുണ്ട്, പിന്നെ കുറച്ച് കുങ്കുമം. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. അതിൻ്റെ അപ്പുറത്ത് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ മുകളിൽ നോക്കിയാൽ നമ്മുടെ കൊടിമരത്തിനെ ഇങ്ങനെ കാണാം, അതൊന്ന് കണ്ട് തൊഴാം. പിന്നെ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണർ കാണാം. അതേപോലെ നടുവിൽ അപ്പുറത്തേക്ക് നോക്കിയാൽ കിടാവിളക്ക് ഇങ്ങനെ ഇരുന്ന് കത്തുന്ന കാണാം നൃത്തറയിൽ. പിന്നെ വസുദേവരെയും കുറുവിലമ്മേനെയൊക്കെ കണ്ടിങ്ങനെ തൊഴുത്, നാരദരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ നേരെ വരുന്നത് ആ ഒരു ഭഗവതീനെ കാണാൻ, ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് വരുമ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാട്ടോ. അങ്ങനെ നമ്മൾ അതിനെ ഇങ്ങനെ വന്ന് ഭഗവതിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഒന്ന് ഗോളകയാണ് കാണാനുള്ളത്. അപ്പോൾ അതിങ്ങനെ കാണാം. അങ്ങനെ കണ്ട് ബാക്കി കുറേ തെച്ചിമാലകളുണ്ട് ധാരാളം. അങ്ങനെ പിന്നെ ധാരാളം അർച്ചനകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാലും മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ അവിടുന്ന്
ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ദാമോദര സ്വരൂപത്തിൽ ഒന്നുകൂടി കാണാം. ഒന്ന് തൊഴുത് നമസ്കരിച്ച് അവിടുന്ന് വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് നമസ്കരിക്കാം. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ ഇന്നിപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമീനെയും കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നെ കുറച്ച് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെ നോക്കി തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് അവിടുന്ന് നമ്മൾ വരുന്നത് രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരുമ്പോൾ നേരെ വന്ന് രുദ്രതീർത്ഥത്തെ പ്രദക്ഷിണം ചെയ്യുക. നടുക്കിലുള്ള കാളിയമർദ്ദന രൂപത്തെ കാണാം. പിന്നെ അങ്ങനെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ കയറിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ഭഗവതിയുടെ അവിടേക്ക് വരിക. അവിടെ വന്നിട്ട് ഒന്നുകൂടി തൊഴുത് വലിയ ദീപസ്തംഭമുള്ള കിഴക്കേ നടയിലുള്ള അവിടെ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമുക്ക് ആ ധാരാളം പ്രകാശം ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു വന്നതാകൊണ്ട് അവിടെ ഇന്ന ആളപ്പോൾ ഇരിക്കുന്നത് ഇന്ന രൂപത്തിലാണെന്ന് നമുക്കറിയാം. അതായത് ദാമോദര സ്വരൂപത്തിലിരിക്കണു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് ആ രൂപം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാം. പിന്നീട് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കുക. മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരെ നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. പിന്നെ നമ്മളുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. പ്രാർത്ഥനകളൊക്കെ ഗുരുവായൂരപ്പൻ കേൾക്കും. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി നമുക്ക് ചെറിയൊരു കഥയും കൂടിയും പറയാം. നമ്മൾ പറയണത് കംസന്റെ ഒരു സേവകൻ്റെ കാര്യമാണ്. തൃണവർത്തൻ എന്നൊരു അസുരൻ. അയാൾക്കൊരു കൊടുങ്കാറ്റിൻ്റെ രൂപം സ്വീകരിക്കാൻ കഴിയും. പൂതനയെ വധിച്ചതിന് ശേഷം ദേവകിയുടെ 8ാമത്തെ മകൻ ഗോകുലത്തിലായിരിക്കുമെന്ന് കംസന് സംശയം തോന്നി. ആയതിനാൽ ഗോകുലത്തിൽ പോയിട്ട് ഉണ്ണിക്കണ്ണനെ വേട്ടയാടാൻ അദ്ദേഹം തൃണവർത്തനോട് ഉത്തരവിട്ടു. തൃണവർത്തൻ ആർത്തട്ടഹസിച്ചുകൊണ്ടേ ഗോകുലത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ വരുന്നുള്ളത് ഉണ്ണിക്കണ്ണൻ അറിയായിരുന്നു. അങ്ങനെ ബ്രജിലെ ജനങ്ങളൊക്കെ ഈ അസുരകളിൽ നിന്ന് മോചിതരാകണമെന്ന് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ തൃണവർത്തം വരുമ്പോൾ ഗോകുലത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് കുട്ടിക്കൃഷ്ണൻ മായ യശോദയുടെ മടിയിലായിരുന്നു. തൃണവർത്തനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കൃഷ്ണൻ മായ യശോദയെ തന്നിൽ നിന്ന് അകറ്റേണ്ടത് ഒരു വലിയ പ്രധാനമാണ്. കാരണം അല്ലെങ്കിൽ അമ്മ പേടിച്ചാലോ എന്ന് വെച്ചിട്ടേ. അപ്പോൾ ഒരു തന്ത്രം ആലോചിച്ച് തൻ്റെ ദിവ്യശക്തിയാൽ ഒരു പാറ പോലെ ഭാരമുള്ളവനായി സ്വയം മാറി. തൻ്റെ കുഞ്ഞിൻ്റെ പെട്ടെന്നുള്ള ഭാരം കണ്ട് മായ യശോദ അത്ഭുതപ്പെട്ടു. ഭഗവാന്റെ നാമം സ്വീകരിച്ച് കുട്ടിക്കൃഷ്ണനെ നിലത്ത് കളിക്കാൻ വിട്ട് വീട്ടുജോലികൾ സ്വയം ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴേക്കും തൃണവർത്തൻ ഗോകുലത്തിൽ തൻ്റെ ഒളിഞ്ഞുനോട്ട കളി ആരംഭിച്ചു. എവിടെയെന്നുള്ളതേ കാടല്ല. ഈ കാറ്റിങ്ങനെ വരുമ്പോഴേ വലിയ കാറ്റായിട്ട് കൊടുങ്കാറ്റായിട്ട് വരുമ്പോൾ ആ ഗോകുലം മുഴുവൻ ഇങ്ങനെ ഇതാവുകയാണ്. അപ്പോൾ എല്ലായിടത്തും പൊടി പടർന്നു. ഒരു ഗോപാലനും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആ ഗോപന്മാരൊക്കെ ആകെ ഇടങ്ങറായി. ഈ അവസരം മുതലെടുത്തിട്ട് തൃണവർത്തൻ കുട്ടിക്കൃഷ്ണനെ കൊണ്ടുപോയി. അതായത് ആ വലിയ പാറയായിട്ടിരുന്ന, അതായത് വലിയ ഭാരത്തിലിരുന്ന ഉണ്ണീനെ. അങ്ങനെ ബാലകൃഷ്ണനെ, അതായത് ഉണ്ണിക്കണ്ണനെ കാണാതെ ആയപ്പോൾ യശോദാമ്മ കരയാൻ തുടങ്ങി. അവരുടെ കരച്ച് കേട്ട് കൂടുതൽ ഗോപാലന്മാരും ഗോപികമാരും ഒക്കെ നന്ദഗോപൻ്റെ വീട്ടിലെത്തി. അതായത് ഉണ്ണിയുടെ വീട്ടിലെത്തി. മറുവശത്താണെങ്കിലോ ആ ഉണ്ണിക്കണ്ണൻ ഈ അവസരത്തിൽ കാത്തിരിക്കുകയായിരുന്നു. തൃണവർത്തൻ അവനോടൊപ്പം പറന്നുപോയ ഉടൻ അന്നു മുതൽ തൻ്റെ ഭാരം ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് കുട്ടികൃഷ്ണനെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറക്കാൻ തൃണവർത്തന് ബുദ്ധിമുട്ടായി. അതായത് ഇങ്ങനെ വല്ലാത്ത ഭാരമായപ്പോഴേ അസുരന് ഉണ്ണീനെ കൊണ്ടുപോകാൻ വയ്യാതെ ചെറിയ ഒരു
കൃഷ്ണൻ ഇത്ര വലിയ പർവ്വതമാണോ പാറയാണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കുട്ടികൃഷ്ണനെ ഉപേക്ഷിച്ച് ഓടിപ്പോവുക നല്ലതെന്നിങ്ങനെ തൃണവർത്തൻ വിചാരിച്ചു. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. കൊച്ചു ഉണ്ണി എന്താ വെച്ചാൽ തൃണവർത്തൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ കഴുത്തിലിങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട. വീഴാൻ പോകുമ്പോൾ പിടിക്കില്ലേ ചെറിയ കുട്ടികൾ, അതേമാതിരി. പക്ഷേ എന്താ വെച്ചാൽ അത് പിടുത്തം വിടണില്ല. അങ്ങനെ ആ കഴുത്തിലിങ്ങനെ പിടിമുറുക്കി. അല്പസമയത്തിനുള്ളിൽ തൃണവർത്തൻ്റെ ആ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ കുട്ടികൃഷ്ണനോടൊപ്പം ബ്രിഡ്ജിൻ്റെ ഭൂമിയിൽ വീണു. ഇത്രയും ഉയരത്തിൽ നിന്ന് അസുരം വീണതിനാൽ ഗോകുലം മുഴുവൻ ഭയങ്കരമായൊരു ശബ്ദമായി. കംസരാജാവിൻ്റെ മറ്റൊരു ഗൂഢാലോചന കൂടി അങ്ങോട്ട് പരാജയപ്പെട്ടു. അങ്ങനെ എത്ര കഥകളല്ലേ നമ്മുടെ ഉണ്ണിക്കണ്ണനെ വധിക്കാനായിട്ട് കംസൻ ചെയ്തിട്ടുള്ളത്. അവസാനം ഉണ്ണിക്കണ്ണൻ തന്നെ കംസനെ അങ്ങോട്ട് കൊല്ലും ചെയ്തു. എന്തായാലും കേട്ട കഥയായിരിക്കാം. എന്തായാലും എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.